പ്രൈം ടൈം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലൂടെയും ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പഞ്ചാബ് സുവർണ്ണ ക്ഷേത്രത്തിലെത്തിയവർക്ക് നേരെ ആക്രമണം. ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഒരാൾ ആളുകളെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ അക്രമി? ഇയാൾ പിടിയിലായിട്ടുണ്ടോ? എന്താണ് പോലീസ് വിശദീകരിക്കുന്നത്? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ അച്യുതൻ? റീജിത്ത്, ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ പഞ്ചാബ് അമൃത്സറിലെ സുവർണ്ണ ക്ഷേത്രം, ആ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്രീ ഗുരു രാംദാസ് ജി നിവാസിലേക്ക് എത്തിയ ഭക്തർക്ക് നേരെ ഒരു അജ്ഞാതൻ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നത്. ഒരു ഇരുമ്പ് ദണ്ഡ് ഉപയോഗിച്ച ആളുകളെ മർദ്ദിക്കുകയായിരുന്നു. ഇതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. പക്ഷെ ഇതിൽ ഒരാളുടെ നില അത് ഗുരുതരമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. മറ്റ് 4 പേരുടെ ആരോഗ്യനില തൃപ്തികരമെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണത്തിന് പിന്നിലെ കാരണം അത് വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ അക്രമിയെയും ഈ അക്രമിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളെയും പോലീസ് പിടികൂടിയതായി കൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ അക്രമിയെ സംബന്ധിച്ചുള്ള ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ വ്യക്തി സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ശ്രീജിത്ത്, ശരി. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഈ അക്രമി പിടിയിലായിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. എന്താണ് ഈ ആക്രമണത്തിന് കാരണം എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ SFI KSU പ്രവർത്തകർ ഉൾപ്പെടെ 3 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. അറസ്റ്റിലായ ആകാശ് എന്ന വിദ്യാർത്ഥിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോളേജ് ഹോസ്റ്റലിൽ 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവും അത് തൂക്കാൻ ഉപയോഗിച്ച വിൽപ്പനയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ത്രാസും ഉൾപ്പെടെ പിടികൂടിയിരുന്നു. ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കളമശ്ശേരി രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോസ്റ്റലിലെ പോലീസ് പരിശോധന. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോയോളം കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടു. ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചത് ചെറു പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച 9 ഗ്രാം കഞ്ചാവാണ്. കഞ്ചാവ് വലിക്കാൻ പ്രത്യേകം തയ്യാറാക്കിയ കുപ്പിയും കണ്ടെടുത്തു. കഞ്ചാവ് അളവിൽ കുറവായതിനാൽ അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആകാശിനെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഹോളി ആഘോഷത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവ് എത്തിച്ചതായാണ് വിലയിരുത്തൽ. പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറി എന്നതിലാണ് അന്വേഷണം. 24 കൊച്ചി. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം തള്ളുന്നു SFI സംസ്ഥാന നേതൃത്വം. പോലീസ് കേസെടുത്ത അഭിരാജിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും വിഷയത്തിൽ ജാഗ്രതക്കുറവുണ്ടായി എന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. കേസിൽ KSU പ്രവർത്തകരുണ്ടെങ്കിൽ സംരക്ഷിക്കില്ല എന്ന് KSU നേതൃത്വവും വ്യക്തമാക്കി. 2 നിലകളുള്ള ഹോസ്റ്റലിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ മുറിയിൽ നിന്നും 1-ാം നിലയിലെ മുറിയിൽ നിന്നുമായാണ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്ന് പോലീസ് പറയുന്നു. ഇതിൽ താഴത്തെ നിലയിലുള്ള മുറി KSU പ്രവർത്തകരുടേതും 1-ാം നിലയിലെ മുറി SFI പ്രവർത്തകരുടേതുമാണ്. എല്ലാവരും താമസിക്കുന്ന മുറി തന്നെയാണ് അത്. ആ മുറിയിൽ ആരാണ് അവർക്ക് താമസിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മുറി ഉണ്ടല്ലോ. എന്നാൽ കഞ്ചാവ് പിടികൂടിയതിൽ ഒരു പങ്കുമില്ലെന്നാണ് പ്രാദേശിക SFI KSU നേതാക്കളുടെ വാദം. അഭിരാജുമായി ബന്ധപ്പെട്ട് ആ പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പയ്യനെ ഇതിന്റെ അകത്ത് പെടുത്തിയതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആകാശ് ഒരിക്കലും ഇത് ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഇതിൽ എന്തോ ആരെയും പെടുത്തിയതാണോ എന്തോ കാര്യമൊന്നും അറിയത്തില്ല. SFI പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം സംസ്ഥാന നേതൃത്വം തള്ളി. ജാഗ്രതക്കുറവുണ്ടായെന്നും അഭിരാജിനെതിരെ നടപടിയെടുക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്ന ഒരു ജാഗ്രത കുറവുണ്ട്. ആ ജാഗ്രത കുറവെന്ന് പറയുന്നത് ആ റൂമിൽ നിന്നാണ് ഇത് പിടിച്ചത്. പോലീസ് ഉൾപ്പെടെ അത് സ്ഥിരീകരിച്ചു. കേസിൽ KSU നേതാക്കൾക്ക് പങ്കില്ലെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വാദം. കുറ്റക്കാരുണ്ടെങ്കിൽ സംരക്ഷിക്കില്ലെന്ന്
KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. അതിൽ KSUമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ രീതിയിലേക്കുള്ള ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തുക. സംഭവത്തിൽ പോളിടെക്നിക് പ്രിൻസിപ്പലിനെ ABVP പ്രവർത്തകർ ഉപരോധിച്ചു. കൊച്ചി. സംഘടന ഏതാണെങ്കിലും ലഹരിയെ ഉരുക്കുമുഷ്ടിയോടെ നേരിടുമെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് വേട്ടയിലാണ് പ്രതികരണം. ലഹരി മരുന്ന് മാഫിയയുടെ കണ്ണിയായി SFI മാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. ധാരാളം കേസുകൾ പിടിച്ചിട്ടുണ്ട്, ധാരാളം മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുണ്ട്, അനേകം പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഒരു ദയാദാക്ഷിണ്യവും അക്കാര്യത്തിലുണ്ടാവില്ല. വിദ്യാർത്ഥികൾക്കിടയിലുണ്ടാകുന്ന അരാജക പ്രവണത അത് ചിലപ്പോൾ ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉണ്ടാവാമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സംഘടനയിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളവരുണ്ടോ, ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. കളമശ്ശേരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് അപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിന്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. ഇപ്പൊ പൂക്കോട് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ്. മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ചക്രമുടി കയ്യേറ്റത്തിൽ നടപടിയുമായി റവന്യൂ വകുപ്പ് 4 പട്ടയങ്ങൾ റദ്ദാക്കി. 13.79 ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ചു. അനധികൃതമായി ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാനും റവന്യൂ മന്ത്രി K രാജൻ നിർദ്ദേശം നൽകി. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം സഭയിലടക്കം റവന്യൂ മന്ത്രി കർശനമായ നടപടിയുണ്ടാകും എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ 4 പട്ടയങ്ങൾ റദ്ദാക്കി. എന്താണ് റവന്യൂ വകുപ്പിന്റെ തുടർന്നുള്ള നടപടി? ഉദ്യോഗസ്ഥരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക്, അതിലൊക്കെ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. എന്താണ് വിവരങ്ങൾ ശ്രീജിത്ത്? റീജിത്ത്, 2024 ഒക്ടോബറിലാണ് ഈ ചക്രമുടിയിലെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബൈസൺ വാലി വില്ലേജിൽ ചക്രമുടി ഭാഗത്ത് അനധികൃത കയ്യേറ്റവും നിർമ്മാണവും നടക്കുന്നുണ്ട് എന്നതായിരുന്നു വാർത്തകൾ. ഇത് സർക്കാർ അധീനതയിലുള്ള ഭൂമി കയ്യേറി വ്യാജരേഖകൾ ചമച്ച് കയ്യേറിയെന്നതായിരുന്നു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഇതേ തുടർന്ന് സർക്കാർ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ ഈ അന്വേഷണത്തിനായി നിയോഗിച്ചു. ഈ അന്വേഷണത്തിലാണ് ഉയർന്നു വന്ന ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടത്. ഇതനുസരിച്ചുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 4 പട്ടയങ്ങൾ റദ്ദാക്കാനായി ഈ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. 4 പട്ടയങ്ങളും റദ്ദാക്കിക്കൊണ്ടുള്ള റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. റവന്യൂ മന്ത്രി K രാജന്റെ കർശന നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ. 4 പട്ടയങ്ങൾ റദ്ദാക്കിയതിലൂടെ 13.79 ഏക്കർ ഭൂമി സർക്കാരിലേക്ക് തിരികെ പിടിച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഈ അനധികൃത കയ്യേറ്റം നടത്തുകയും വ്യാജരേഖ ചമയ്ക്കുകയും ചെയ്ത ആളുകൾക്കെതിരെ കർശനമായ ക്രിമിനൽ നടപടി സ്വീകരിക്കാനും റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകി. വ്യാജരേഖ ചമയ്ക്ക് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കർശനമായ നടപടിക്ക് ഇനി റവന്യൂ വകുപ്പ് ഒരുങ്ങുന്നത്. ശരി, ശ്രീജിത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടി ഉണ്ടായിരിക്കുന്നു. 4 പട്ടയങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. 13.79 ഏക്കർ ഭൂമി സർക്കാർ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലഹരി മരുന്ന് കേസിൽ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികൾ കേരള പോലീസിന്റെ വലയിലായി. പഞ്ചാബിലെത്തിയാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നോയിഡയിലെ MDMA നിർമ്മാണ യൂണിറ്റുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് പ്രതികളെന്ന് കോഴിക്കോട് DCP അരുൺ K പവിത്രൻ പ്രതികരിച്ചു. ജനുവരി 21-ന് 221 ഗ്രാം MDMA പിടികൂടിയ കേസിൽ നടത്തിയ അന്വേഷണമാണ് മയക്കുമരുന്നിന്റെ അന്താരാഷ്ട്ര ബന്ധം പുറത്തു കൊണ്ടുവന്നത്. കോഴിക്കോട് ആദ്യം പിടികൂടിയ 2 പേരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ബംഗളൂരുവിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മലയാളിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പിടിയിലായ ഡേവിഡ് എൻഡമി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയും ഹറ്റ്ക ഹരുണ BBA വിദ്യാർത്ഥിയുമാണ്. കുക്ക് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അത് ഫൈനാൻസ് ചെയ്യുന്നത്, പിന്നെ ഇതിനിടെ നിൽക്കുന്ന ഇടനിലക്കാരായിട്ടുള്ള ഒരുപാട് പേര്. അപ്പം മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവരെ കൂടുതലായിട്ട് ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നോയിഡ ബേസ് ചെയ്തിട്ട് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഉള്ളതായിട്ടാണ് നമുക്ക് ഇവരുടെ പ്രാഥമികമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ. മയക്കുമരുന്ന് സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായത്. നോയിഡയിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് എത്തിക്കുന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നടന്നത് കോടികളുടെ ട്രാൻസാക്ഷനുകളാണെന്ന് പോലീസ് പറയുന്നു.
പ്രതികളുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആഡംബര ജീവിതം നയിച്ചിരുന്ന ഇരുവരും പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. 24 കോഴിക്കോട്. കോഴിക്കോട് വടകരയിൽ ബൈക്ക് മോഷണ സംഘത്തിലെ 2 വിദ്യാർത്ഥികൾ കൂടി പിടിയിലായി. ഒരു ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതോടെ പിടിയിലായ വിദ്യാർത്ഥികളുടെ എണ്ണം 7 വടകരയിലെയും സമീപ പ്രദേശങ്ങളിലെയും ബൈക്കുകൾ മോഷണം പോയെന്ന പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 5 വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. മോഷണം പോയ 6 ബൈക്കുകൾ ഇവരിൽ നിന്ന് കണ്ടെത്തി. സംഘത്തിൽ ഉൾപ്പെട്ട 2 വിദ്യാർത്ഥികൾ കൂടിയാണ് ഇന്ന് പിടിയിലായത്. ഒരു ബൈക്കും കണ്ടെടുത്തു. ബൈക്ക് മോഷണം പതിവായതോടെ സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. പിന്നാലെയാണ് മോഷണത്തിന് പിന്നിൽ വിദ്യാർത്ഥികളാണെന്ന് തിരിച്ചറിഞ്ഞത്. മോഷ്ടിച്ച ബൈക്കുകൾ രൂപമാറ്റം വരുത്തിയും വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചുമായിരുന്നു വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നത്. കൂടുതൽ പേർ മോഷണത്തിന് പുറകിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 24 കോഴിക്കോട്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിൽ പരസ്യ പ്രതിഷേധം നടത്തിയ പത്മകുമാറിനെ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങളെ പത്മകുമാർ പരസ്യമായി പറഞ്ഞു. സംസ്ഥാന സമിതിയിലെ നിയമനങ്ങൾ ബോധ്യപ്പെടാത്തവരെ പാർട്ടി അത് ബോധ്യപ്പെടുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. P. ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തതിലെ വിവാദം സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. അത് കേൾക്കാം. അദ്ദേഹത്തിന് അനുകൂലമായിട്ടല്ലോ പരിശോധന വരിക. പരിശോധിക്കുന്നതിന് അദ്ദേഹത്തിന് എങ്ങനെ അനുകൂലമാകുക? പാർട്ടിക്കകത്തും സംഘടനക്കകത്തും പറയേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിക്കകത്ത് സംഘടനാപരമായ തെറ്റായ നിലപാടാണ്. ആ നിലപാട് സ്വീകരിച്ചവരാരൊക്കെയുണ്ടോ അവർക്കെല്ലാം എതിരായിട്ട് ശരിയായ സംഘടനാപരമായ നിലപാട് സ്വീകരിച്ചു പോകും പാർട്ടി. അത് ആര് എന്നുള്ള പ്രശ്നമൊന്നുമില്ല. ഓരോ മേഖലയിലും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കണ്ടെത്തുമ്പോൾ അതിന് 2 കാര്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി കാണുന്നത്. ഒന്ന് അതിൻ്റെ മെറിറ്റാണ്, മറ്റൊന്ന് അതിൻ്റെ മൂല്യമാണ്. അത് വ്യക്തിപരമായിട്ട് ഓരോരാൾക്കും ബോധ്യപ്പെടൽ പ്രശ്നമാണ്. എല്ലാവർക്കും കൂട്ടായിട്ട് ബോധ്യപ്പെടുക വേണ്ടേ? ചിലരാൾക്ക് ബോധ്യം ഉണ്ടാവില്ല. അത് ഉണ്ടാക്കും പോരെ. അങ്ങനെ ബോധ്യപ്പെടാത്തവരെ ബോധ്യപ്പെടുത്തിയല്ലേ വേണ്ടേ? അത് ഞങ്ങൾ ചെയ്യും. പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. അഗളി വെട്ടിയൂരിലെ അജിത രാജേഷ് ദമ്പതികളുടെ 1 വയസ്സുള്ള മകൻ ഋതിനാണ് മരിച്ചത്. കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ മാസമാണ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയത്. കടുത്ത പനിയെ തുടർന്ന് കുട്ടിയെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിരുന്നു. ഈ മാസം 9-ന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് 1 വയസ്സുകാരനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കുട്ടി മരിക്കുന്നത്. കുട്ടിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്. നടപടിക്രമങ്ങൾക്കു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ നാമമാത്രമായിരിക്കെയാണ് ശിശുമരണം റിപ്പോർട്ട് ചെയ്തത്. വിഷയം ഗൗരവമായാണ് ആരോഗ്യവകുപ്പും കാണുന്നത്. ശ്രീകുമാരൻ, 24 പാലക്കാട്. പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെ പീഡന ശ്രമത്തിന് കേസ്. കോൺഗ്രസ് പ്രവർത്തകയുടെ പരാതിയിൽ INTUC നാദാപുരം റീജിയണൽ പ്രസിഡന്റ് KTK അശോകനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? എന്താണ് ഈ പരാതി? തുടർന്നിപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന നടപടി, വിശദാംശങ്ങൾ എന്താണ് മിഥില? ശ്രീജിത്ത്, തിങ്കളാഴ്ചയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത്. പരാതിക്കാരി കോൺഗ്രസ് പ്രവർത്തകയാണ്. ഈ പരാതിക്കാരിയുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് ഈ INTUC പ്രാദേശിക നേതാവ് KTK അശോകൻ 6,70,000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രൂപ ചോദിച്ച് വീട്ടിൽ വന്നാൽ ഈ രൂപ തരാമെന്ന് പറഞ്ഞത് പ്രകാരമായിരുന്നു ഈ ഒരു പരാതിക്കാരി അശോകന്റെ വീട്ടിലെത്തിയത്. ആ സമയത്താണ് ഈ ഒരു പീഡനശ്രമം ഉണ്ടായത്. താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് യുവതി അല്പം മുമ്പ് പ്രതികരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ നാദാപുരം DYSPക്കാണ് പരാതി നൽകിയത്. നാദാപുരം DYSPക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത്. പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിച്ചത്. യുവതി പറഞ്ഞ മറ്റൊരു കാര്യം എന്നത് കോൺഗ്രസിന്റെ നേതാക്കളോട്, അതായത് മറ്റ് ജില്ലാ നേതാക്കളോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന രീതിയിലോ ഒരു വനിത എന്ന രീതിയിലോ തനിക്ക് പരിഗണന ലഭിച്ചില്ല എന്ന ഒരു പരാതിയും യുവതി പങ്കുവെക്കുന്നുണ്ട്. ഇക്കാര്യം അല്പസമയം മുമ്പ് DCC പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഇത്തരമൊരു കാര്യമോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പറയുമ്പോൾ മാത്രമാണ് ഇത് അറിയുന്നത്. ഇത് ഗൗരവത്തോടെ എടുക്കുന്നു. ഈ വിഷയം അന്വേഷിക്കും എന്ന ഒരു പ്രതികരണമാണ് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. ശ്രീജിത്ത്. ശരി, മിഥില ബാലൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെയാണ് വനിതാ പ്രവർത്തകയുടെ പരാതിയിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. DCCയുടെ പ്രതികരണം ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഗൗരവത്തോടുകൂടി കണ്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ്. ഇപ്പോൾ പരാതിക്കാരിയുടെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ മോൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇയാളുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അപ്പം അതിന് ശേഷം ഇയാൾ പല പ്രാവശ്യമായിട്ട് നമ്മൾ കൈക്കൂലി കൊടുക്കണം,
ഇതെല്ലാം പറഞ്ഞ് 6,70,70,000 റുപ്യോളം ഇയാൾ പിടിച്ച് വാങ്ങിക്കുക. അതിനുശേഷം ഈ കേസ് കാര്യങ്ങളെല്ലാം ഞാൻ പാർട്ടി നേതാക്കന്മാരോടെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു നടപടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടായിക്കില്ല. എൻ്റെ മോനെ കൊല്ലുന്നു, മയക്കുമരുന്നിൻ്റെ അകത്ത് ഇങ്ങനെ കേസിലാക്കും, ഇല്ലേ സ്ത്രീപീഡന കേസിൽ ഇങ്ങനെ ഉള്ളിലാക്കും, പുറം ലോകം കാണാത്ത രീതിയിലാക്കി തീർക്കൂ എന്നൊക്കെ പറഞ്ഞ് പലരോടും പറഞ്ഞ ആൾക്കാരെല്ലാം എന്നെ കാരി പിടിച്ച് പിന്നെ ബലമായിട്ട് തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ചെയ്തത്. ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച കേസിൽ 14 ദിവസമായിട്ട് റിമാൻഡ് ചെയ്ത് 8 വയസ്സുള്ള ഒരു കുട്ടീനെ. അപ്പം അതൊന്നും എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടിയേ. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതോടെ 5,990 കോടി രൂപ കൂടി അധികം കടമെടുക്കാൻ കേരളം. അടുത്ത ചൊവ്വാഴ്ചയോടെ കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഈ മാസം 12,000 കോടി രൂപ വായ്പയെടുക്കാനാണ് അനുമതി തേടിയത്. ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതിന് 6,250 കോടിയും പങ്കാളിത്ത പെൻഷൻ പദ്ധതി തുടരുന്നതടക്കം കണക്കിലെടുത്ത് 6,000 കോടിയും കടമെടുക്കാനായിരുന്നു അനുമതി തേടിയത്. എന്നാൽ 5,990 കോടി രൂപ കടമെടുക്കാനുള്ള അനുമതി നൽകുകയായിരുന്നു. സാധാരണ ഒരു മാസം ശരാശരി 15,000 കോടി രൂപയാണ് ചെലവുകൾക്കായി സംസ്ഥാന സർക്കാരിന് വേണ്ടത്. എന്നാൽ സാമ്പത്തിക വർഷത്തെ അവസാന മാസം ആയതിനാൽ ഈ മാസം മാത്രം 25,000 കോടി രൂപയുടെയെങ്കിലും ബില്ലുകൾ പാസാക്കി പണം നൽകേണ്ടതുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തെ മാത്രം കേരളത്തിൻ്റെ ആകെ കടമെടുപ്പ് 42,000 കോടി രൂപയോളം ആയിട്ടുണ്ട്. അതേസമയം സാമ്പത്തിക വർഷം അവസാനിക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ കടമെടുപ്പിനുള്ള അനുമതി ലഭിച്ചത് സർക്കാരിന് ഏറെ ആശ്വാസകരമാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. പ്രൈം ടൈമിലേക്ക് വീണ്ടും കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ ഈ ലഹരിക്കെതിരെ പൊതുസമൂഹം ഒരു യുദ്ധത്തിന് സജ്ജമായി ഇറങ്ങേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സമീപകാലത്ത് പുറത്തു വരുന്ന വാർത്തകൾ, സമീപകാലത്ത് നടക്കുന്ന കുറ്റകൃത്യങ്ങൾ, അതിലെ ലഹരിയുടെ സാന്നിധ്യം, ഇന്ന് രാവിലെ പുറത്തു വന്ന വലിയ നടുക്കമുണ്ടാക്കുന്ന കൊച്ചി കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടികൂടിയ സാഹചര്യം, അതിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ, അത് വിൽപ്പനയ്ക്കായി അവർ അതിന് ശ്രമിച്ചിരുന്നു എന്നുള്ള വിവരം, ഈ ഹോസ്റ്റലിലെ റെയ്ഡിൽ ത്രാസ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം, സമീപകാലത്ത് പുറത്തു വന്ന ചില വിവരങ്ങളിൽ നിന്നാണെങ്കിൽ ഈ പ്രായപൂർത്തിയാകാത്തവരെ പോലും ഇതിനെ കണ്ണികളാക്കി ലഹരി മാഫിയ മാറ്റുന്നു എന്നുള്ള വിവരം, വലിയ നടുക്കമുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ജാഗ്രതാ സമൂഹം വെച്ച് പുലർത്തേണ്ട സമയമാണ്, സർക്കാർ സംവിധാനങ്ങൾ വെച്ച് പുലർത്തേണ്ട സമയമാണ്, അതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം, വർക്കല പുല്ലാനിക്കോട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതി ഷാനി പോലീസിൻ്റെ വലയിലായിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യത്തിന് ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പ്രതിയെ ഇപ്പോൾ വർക്കല പോലീസ് പിടികൂടിയിരിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഒടുവിലായി പുറത്തു വരുന്ന വിവരം. സംസ്ഥാനത്ത് ചൂട് കൂടി വരികയാണ്, സഹിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് ചില പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. സംസ്ഥാനത്ത് പ്രേക്ഷകരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ കനത്ത ചൂട് തുടരുകയാണ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, ഇടുക്കി ജില്ലകളിൽ മാത്രമാണ് ഭേദപ്പെട്ട സാഹചര്യമുള്ളത്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് താപനില മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ താപനില 37 ഡിഗ്രി സെൽഷ്യസ് ഉയരും. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലകളിൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിൽ 34 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രവചനം. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഇടുക്കി പരുന്തുംപാറ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി CPIM. സർക്കാർ ഭൂമിയിൽ കുരിശ് നിർമ്മിച്ചുള്ള കയ്യേറ്റങ്ങൾ ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആരോപിച്ചു. കയ്യേറ്റം സംരക്ഷിക്കാൻ മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മതസംഘടനകൾ കർശനമായ നിലപാട് സ്വീകരിക്കണമെന്നും CV വർഗീസ് ആവശ്യപ്പെട്ടു. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് നിർമ്മിച്ചത് ഒറ്റ ദിവസം കൊണ്ടല്ല.
കുരിശ് പൊളിച്ചു മാറ്റിയെങ്കിലും 20 അടിയുള്ള കുരിശ് നിർമ്മിച്ചത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്നാണ് CPIM വിമർശനം. ജനങ്ങളെ സർക്കാരിനെതിരാക്കി റവന്യൂ ഉദ്യോഗസ്ഥർ വൻകിട കയ്യേറ്റക്കാരെ സഹായിക്കുകയാണ്. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. അവിടെ നടന്നിട്ടുള്ള ഈ കയ്യേറ്റങ്ങൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണമായ പിന്തുണയും സഹായവും. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇതിനെല്ലാം കുടപിടിക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും അന്വേഷണ വിധേയമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. പീരുമേട് താലൂക്കിലെ 5 സർവേ നമ്പറുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരെ വലയ്ക്കുന്നതെന്നാണ് CPIM വിലയിരുത്തൽ. അനധികൃത കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കണം. ഇതിനു പകരം സാധാരണക്കാരെ ബാധിക്കുന്ന വിധത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജില്ലാ ഭരണകൂടത്തിന്റെ വിവേകമില്ലായ്മയെന്നാണ് CPIM വിമർശനം. 24 ഇടുക്കി. തിരുവനന്തപുരം വർക്കലയിൽ ഭാര്യാ സഹോദരനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഷാനി പോലീസിന്റെ കസ്റ്റഡിയിൽ. പുല്ലാനിക്കോട് സ്വദേശി സുനിൽ ദത്താണ് കൊല്ലപ്പെട്ടത്. ശ്രീകാന്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇയാളെ പോലീസ് തിരയുകയായിരുന്നു. എവിടെ നിന്നാണ് പിടിയിലായത്? വലയിലാക്കിയത് എങ്ങനെ? ശ്രീകാന്ത്, നിലവിൽ നമുക്ക് പ്രാഥമികമായ വിവരങ്ങളാണ് കിട്ടുന്നത്. വർക്കല പുല്ലാനിക്കോട് കൊലപാതകത്തിൽ പ്രധാന പ്രതി ഷാനി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ വർക്കല പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു. കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതിയായ മനുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതാണ്. ഈ മനുവിന്റെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തി. ഇതിനിടയിലാണ് ഇപ്പോൾ ഷാനി പിടിയിലായിട്ടുള്ളത്. ബാക്കി വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. എവിടെ നിന്നാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വൈകാതെ അറിയാൻ സാധിക്കും. ഇയാള് ഈ കൃത്യം നടത്തിയതിനു ശേഷം ഒളിവിൽ പോയിരുന്നു. ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണക്കേസിൽ CPM നേതാവ് K. രാധാകൃഷ്ണൻ MPയെ ചോദ്യം ചെയ്യാൻ ഉറച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കെ രാധാകൃഷ്ണൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ED നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്നാണ് CPIM നിലപാട്. കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന കാലത്ത് CPIM ബാങ്ക് അക്കൗണ്ടുകളിൽ നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ നീക്കം. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഹാജരാക്കാൻ ED കെ രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തൽക്കാലം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. ED അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും, അത്രമാത്രമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാവാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്. കെ രാധാകൃഷ്ണനെ പോലൊരു നേതാവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിലെ പാർട്ടിയുടെ സമുന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെന്റ് അംഗവുമായ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സഖാവ് കെ രാധാകൃഷ്ണനെ ED നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ മാസക്കാലമായി തൃശ്ശൂരിലെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളുടെ തുടർച്ചയായാണ് ഈ നടപടിയെയും കാണേണ്ടത്. ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര ഏജൻസികൾ വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ചോദ്യം ചെയ്യലിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കി. കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കാണിച്ച് ED രാധാകൃഷ്ണന് വീണ്ടും സമൻസ് അയക്കും. കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ED നീക്കം. 24 കൊച്ചി. RSSനെതിരായ നിലപാട് ആവർത്തിച്ച് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി. തുഷാർ ഗാന്ധിയെ തടഞ്ഞ RSS BJP നടപടിയെ വിമർശിച്ച് ഇന്നും കോൺഗ്രസ് CPIM നേതൃത്വം രംഗത്തെത്തി. അതേസമയം തുഷാർ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയും പരിഹസിക്കുകയുമാണ് BJP. നെയ്യാറ്റിൻകരയിൽ ഗാന്ധിയൻ P. ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനത്തിനെത്തിയ തുഷാർ ഗാന്ധിയെ RSS BJP പ്രവർത്തകർ തടഞ്ഞിരുന്നു. വേദിയിൽ അന്ന് നടത്തിയ RSS വിമർശനം ഇന്ന് ആലുവ UC കോളേജിലെ ഗാന്ധി അനുസ്മരണ വേദിയിലും തുഷാർ ഗാന്ധി ആവർത്തിച്ചു. And continue to fight against them and continue to call upon my friends to join this fight to save our nation. This is a fight which is even more essential than the freedom fight. ചടങ്ങിൽ തുഷാർ ഗാന്ധിക്കൊപ്പം വേദി പങ്കിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്തുണയാവർത്തിച്ചു. തുഷാർ ഗാന്ധിക്കെതിരായ RSS BJP നടപടിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. വർഗീയവാദികൾ കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തെ
അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്നാൽ തുഷാർ ഗാന്ധിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് BJP. ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ആള് ഗാന്ധിജിയെ വിറ്റ് കാശാക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എത്ര വില കൽപ്പിക്കണം എന്നുള്ളത് ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. UC കോളേജ് വളപ്പിൽ മഹാത്മാഗാന്ധി മാവ് നട്ടതിന് 100 വർഷം തികയുന്ന വേളയിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിലാണ് തുഷാർ ഗാന്ധി പങ്കെടുത്തത്. 24 കൊച്ചി. ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു, ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് ചെറിയ മീനുകൾ മാത്രമാണ് എപ്പോഴും എക്സൈസിൻ്റെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ പിടിയിലാവുന്നത്. വലിയ കണ്ണികൾ ഇപ്പോഴും കാണാമറയത്തുണ്ട്. അവരിലേക്കാണ് അന്വേഷണം നീങ്ങേണ്ടത് എന്നുള്ളതാണ്. അത് പ്രധാനമാണ്. കാരണം ഇന്ന് ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടുമ്പോഴും ആരാണ് ആ ക്യാമ്പസിലേക്ക് ഇത്രയധികം ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകിയത്, പുറത്തു നിന്നുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട് എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഏത് സംഘമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്, ആരാണ് നമ്മുടെ നാട്ടിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം, മറ്റു പല കേസുകളുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ അടക്കം ഇതിൻ്റെ കണ്ണികളാക്കി മാറ്റുന്നത് എന്ന കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ജാസ്മിൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്, പ്രേക്ഷകയാണോ എന്നറിയില്ല, അവർ ചൂണ്ടിക്കാട്ടുന്നത് TV തുറന്നാൽ കൊലപാതകം, മർദ്ദനം, ലഹരിവേട്ട, പോസിറ്റീവായ ഒരു വാർത്തകളും കാണാനില്ല എന്നാണ്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വേദനാജനകമായ കാര്യം. അത് പ്രേക്ഷകരോട് പറയുന്നു എന്ന് മാത്രം. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേന്ദ്രവിഹിതം നഷ്ടമായാലും ത്രിഭാഷാ നയം നടപ്പാക്കില്ല എന്ന ഉറച്ച നിലപാട് പ്രഖ്യാപിച്ച് തമിഴ്നാട് സർക്കാർ. 2000 കോടി നഷ്ടമായാലും ആത്മാഭിമാനം പണയപ്പെടുത്തില്ല എന്ന് ബജറ്റ് അവതരിപ്പിച്ച് തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നരസ് പറഞ്ഞു. ഭാഷാപ്പോര് രൂക്ഷമായിരിക്കെ തമിഴ് പ്രചാരണത്തിനായി നിരവധി പദ്ധതികളും ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിന്ദി വിരുദ്ധ സമരം ആളിപ്പടരുന്നതിനിടെ അവതരിപ്പിച്ച ബജറ്റിൽ തമിഴിനെ പരിപോഷിപ്പിക്കാൻ നിരവധി പ്രഖ്യാപനങ്ങളുണ്ടായി. തമിഴ് താളിയോര ഗ്രന്ഥങ്ങൾ ഡിജിറ്റൽ വൽക്കരിച്ച് പ്രചരിപ്പിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം തമിഴ് ബുക്ക് ഫെയർ വ്യാപിപ്പിക്കും. ദുബൈയിലും സിംഗപ്പൂരിലുമടക്കം ബുക്ക് ഫെയർ നടത്താൻ ആലോചിക്കുന്നതായും ധനമന്ത്രി തങ്കം തെന്നരസ് പറഞ്ഞു. വിദേശത്തുള്ള കുട്ടികളെ തമിഴ് ഭാഷയും സംസ്കാരവും പഠിപ്പിക്കാനായി 10 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ലോക തമിഴ് ഒളിമ്പ്യാഡ് നടത്താനും തീരുമാനമായി. ഇതിനായി 1 കോടി രൂപ നൽകും. മധുരയിൽ ഭാഷാ മ്യൂസിയം സ്ഥാപിക്കും. ഓരോ വർഷവും 100 മികച്ച തമിഴ് കൃതികൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്യും. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പാഠപുസ്തകങ്ങൾ തമിഴിലേക്ക് മൊഴിമാറ്റുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം തടഞ്ഞുവച്ചിരിക്കുന്ന ഫണ്ടിന് പകരം സംസ്ഥാനം തുക കണ്ടെത്തുമെന്നും ധനമന്ത്രി പറഞ്ഞു. രാമേശ്വരത്ത് പുതിയ വിമാനത്താവളം നിർമ്മിക്കും. പരന്തൂർ വിമാനത്താവള പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനവും ബജറ്റ് പ്രസംഗത്തിലുണ്ടായി. കടലാസിലൊതുങ്ങുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലെന്ന് AIADMKയും BJPയും വിമർശിച്ചു. മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. തൃശൂർ പൂരത്തിന്റെ മുന്നൊരുക്കം ചർച്ച ചെയ്യാൻ തൃശൂരിൽ ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രത്യേക അവലോകന യോഗം ചേർന്നിരുന്നു. വെടിക്കെട്ട് സംബന്ധിച്ച കേന്ദ്ര ഉത്തരവിൽ വ്യക്തത തേടുമെന്ന് അവലോകന യോഗത്തിന് ശേഷം മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. മെയ് 6-നാണ് ഇത്തവണത്തെ തൃശൂർ പൂരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൂരം മുന്നൊരുക്ക യോഗത്തിന്റെ തുടർച്ചയായാണ് തൃശൂർ ജില്ലാ കളക്ടറേറ്റിലും യോഗം ചേർന്നത്. ദേവസ്വം മന്ത്രി VN വാസവന് പുറമെ മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയ ജനപ്രതിനിധികളും ദേവസ്വം ഭാരവാഹികളും വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷം പോലീസുമായി ഉണ്ടായ തർക്കം ഒഴിവാക്കുന്നതിനായി ഇക്കുറി പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ചില ന്യൂനതകൾ കൂടി പരിഹരിക്കേണ്ടതുള്ളത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സുപ്രധാനമായ തീരുമാനങ്ങളും ഇന്നെടുത്തു. കാര്യത്തിൽ ഒരു പോലീസും അതോടൊപ്പം തന്നെ ദേവസ്വം ഭാരവാഹികളുമായി ഇരുന്നൊരു ചർച്ച ഒന്നുകൂടെ നടന്നിട്ട് ആ തർക്കം ഒഴിവാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കും. രാത്രി എഴുന്നള്ളത്ത് സുഗമമായി നടത്തുന്നതിനുള്ള നടപടികളും ആലോചിച്ചുവെന്ന് മന്ത്രി K രാജൻ. രാത്രി പൂരത്തിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് പരമാവധി ചടങ്ങുകളിൽ ഒരു കുറവും വരുത്താത്ത വിധത്തിൽ സംവിധാനങ്ങൾ ഒരുക്കി, എന്നാൽ വെടിക്കെട്ടിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നാണ് തീരുമാനിച്ചത്. ഓരോ ദിവസവും ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിക്കുമെന്ന് മന്ത്രി R ബിന്ദു പറഞ്ഞു. പൂര ദിവസം ഉൾപ്പെടെ നമ്മുടെ ജനപ്രതിനിധികളാകെ അവിടെ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഒഴിവാക്കാനുള്ള അങ്ങേയറ്റത്തെ ജാഗ്രത ഉണ്ടാവും. മെയ് 6-നാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. 4-ന് സാമ്പിൾ വെടിക്കെട്ട് നടക്കും. 24 തൃശൂർ. തൃശൂർ നന്ദിപുരം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ കേസ്. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ തളച്ചതിനുമാണ്
വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി 7 മണിക്കാണ് ക്ഷേത്രപറമ്പിൽ തളച്ച കൊമ്പൻ വിരണ്ടത്. പൂരം എഴുന്നള്ളിപ്പിനെത്തിയ 7-ൽ 2 ആനകളാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്നത്. ഇതിൽ ഒരാനയെ വെടിക്കെട്ടിന്റെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്റർ മാത്രം അകലെയായിരുന്നു നിർത്തിയിരുന്നത്. വെടിക്കെട്ടിന്റെ ശബ്ദവും ചൂടും അസഹനീയമായതോടെ പിന്തിരിയാൻ ശ്രമിച്ച ആന പിറകിൽ നിന്ന് പാപ്പാനെ പിൻകാലുകൊണ്ട് തട്ടി വീഴ്ത്തുകയായിരുന്നു. വെടിക്കെട്ട് കാണാൻ നിരവധി നാട്ടുകാരെത്തിയ സമയത്താണ് ആന വിരണ്ടത്. ആന ഓടാതിരുന്നതിനാൽ വലിയ അത്യാഹിതം ഒഴിവായി. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ സുരക്ഷിതമല്ലാതെ തളച്ചതിനുമാണ് കേസ്. കഴിഞ്ഞ മാസം കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 3 പേർ മരിച്ചിരുന്നു. 24 തൃശൂർ. അമ്പാടി മഹാദേവൻ എന്ന ആനയുടെ കൊമ്പിന്റെ നീളം കുറയ്ക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നാണ് പരാതി. കൊമ്പുകൾ വളർന്ന് കൂട്ടിമുട്ടിയതിനാൽ തീറ്റയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആന. നിരവധി തവണ ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് ഈ കൊമ്പ് മുറിക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പിനെ ആനയുടമ സമീപിച്ചിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായില്ല എന്നാണ് അവരുടെ പരാതി. 1 വർഷം മുമ്പ് അപേക്ഷ നൽകിയെങ്കിലും വനംവകുപ്പ് തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. 4 വർഷം മുൻപാണ് ആമ്പാടി മഹാദേവൻ എന്ന ആനയുടെ കൊമ്പിന്റെ നീളം കുറച്ചത്. അതിനുശേഷം ഇന്നേ വരെ കൊമ്പിന്റെ നീളം കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല. നീളം കൂടിയതോടെ ഇത് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പിന് ഉടമ അപേക്ഷ നൽകി. എന്നാൽ അളവെടുത്ത് മടങ്ങിയതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല. നിലവിൽ തീറ്റയെടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് ആന. കഴിഞ്ഞ വർഷം ആന മുറിക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തപ്പോഴത്തെ കാരണം മതപ്പാടിലായിരുന്നു. അപ്പം മതപ്പാട് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മുറിക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഇത്തവണ മതപ്പാട് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും അളവെടുത്തോണ്ട് പോവല്ലാണ്ട് ഇതുവരെയായിട്ടും മുറിയുടെ കാര്യമൊന്നും നടന്നിട്ടില്ല. അവരോട് ചോദിക്കുമ്പോൾ പേപ്പർ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. കോട്ടയത്ത് നോടി കൊല്ലത്ത് വരണം, കൊല്ലത്ത് നോടി തിരുവനന്തപുരത്ത് പോകണം. ഈ കൊടുത്തവരാരും ഇങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ആനയുടെ കൊമ്പുകൾ വളർന്ന് പരസ്പരം ഉരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തല ഉയർത്താൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നാണ് പാപ്പാനടക്കമുള്ളവർ പറയുന്നത്. CCFന്റെ അനുമതി ലഭിക്കാത്തതാണ് നടപടി വൈകാനുള്ള കാരണമെന്നാണ് സൂചന. 24 കോട്ടയം. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. പുതിയ ദർശന രീതിയുടെ ട്രയൽ റണ്ണും നടത്തിയിട്ടുണ്ട്. പുതിയ ദർശന രീതി വിജയിച്ചാൽ വിഷു പൂജ മുതൽ സ്ഥിരമായി നടപ്പിലാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് VS പ്രശാന്ത് 24നോട് പറഞ്ഞു. വിവരങ്ങളുമായി AV ജയശങ്കർ സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, മീനമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്നു. പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് വിജയകരമായി പൂർത്തിയാക്കുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ ജയശങ്കർ? രജിത്ത്, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. നട തുറന്ന ഘട്ടത്തിൽ വലിയ തോതിൽ ആളുകളുടെ ഒരു ഒഴുക്ക് ഇങ്ങോട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ പുതിയ ദർശന രീതിയുടെ ഗുണഫലമായിരിക്കാം, ഇല്ല ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കാം ഇത്തരത്തിൽ വലിയ തോതിൽ തിരക്ക് കുറയാനുള്ളൊരു കാരണം. എന്തായാലും ഈ അമ്പലത്തിന് മുന്നിലൂടെ ബലിക്കലിന് സൈഡിലൂടെ ഇഴിമുടി കെട്ടേറി 18ാം പടി കയറി വരുന്ന ആളുകളെയാണ് കയറ്റിവിടുന്നത്. ഒപ്പം തന്നെ നമ്മുടെ സഞ്ജയ് ക്യാമറ ഒന്ന് അങ്ങോട്ട് പാൻ ചെയ്താൽ നമുക്ക് അവിടെ വലിയൊരു തിരക്ക് കാണാം. അത് പഴയ ഈ ദർശനത്തിലുള്ള നടപ്പന്തലാണ്. അത് ഇരുമുടിക്കെട്ടില്ലാതെ വരുന്ന ഭക്തരെയാണ് നിലവിൽ ആ ഒരു നടപ്പന്തലിലൂടെ കടത്തിവിടുന്നത്. പക്ഷേ ഇരുമുടിക്കെട്ടില്ലാതെ ദർശനത്തിന് വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ്. അത്തരത്തിലുള്ള ആളുകൾ വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് ദർശനത്തിന്. എന്തായാലും ഈ IG ശ്രീജിത്ത് വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടൊരു ഘട്ടത്തിൽ പറഞ്ഞത് പുതിയ രീതി ഇതുവരെ തൃപ്തികരമാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ നാളെ രാവിലെ അവധി ദിവസമൊക്കെ ആവാൻ പോവുകയാണ്. അപ്പോൾ രാവിലെയൊക്കെ തിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ നടപ്പന്തലിലൂടെ കൂടി ആളുകളെ ഇരുമുടിക്കെട്ടുള്ള ആളുകളെ കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ഉള്ളിലേക്ക് വിടാനുള്ളൊരു ക്രമീകരണം കൂടി പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. പോലീസ് എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ പുതിയ രീതികളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ പാളുമെന്ന് കണ്ടാൽ മാത്രം ഇടപെടുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതുവരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും തൃപ്തികരമാണ്. ആളുകൾക്ക് കൃത്യമായി ദർശനം ലഭിക്കുന്നുണ്ട്. മുൻപ് 5 സെക്കൻഡ് വരെയൊക്കെയാണ് ദർശനം ലഭിച്ചതെങ്കിൽ ഇപ്പോൾ 10 മുതൽ 25 സെക്കൻഡ് വരെയൊക്കെ ദർശനം ലഭിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ പദ്ധതി ഈ പരീക്ഷണം വിജയിച്ചാൽ അത് അടുത്ത വിഷുക്കാലം മുതൽ ഇത് സ്ഥിരമാക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. പിന്നീട് സീസൺ സമയത്തും ഇത് കൃത്യമായി ശബരിമലയിൽ നടപ്പിലാക്കും. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഭക്തരെക്കാൾ കൂടുതൽ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് എന്തായാലും മീനമാസ പൂജകൾക്ക് നട തുറന്നപ്പോൾ ആദ്യ വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് എത്തി. എന്തായാലും നാളെ രാവിലെ തിരക്ക്
വലിയ തോതിൽ ഉയരുമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. പുതിയ ക്രമീകരണം ഏത് തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് കൂടുതൽ അടുത്തറിയണമെങ്കിൽ നാളെ രാവിലെ ഇവിടെ വരണം. നാളെ രാവിലെ അറിയാം ഈ ഒരു പുതിയ ക്രമീകരണത്തിന്റെ പ്രതിഫലനമൊക്കെ. ശരി, പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ അത് നിലവിൽ തൃപ്തികരമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പുതിയ ദർശന രീതി വിജയിക്കുകയാണെങ്കിൽ വിഷുപൂജ മുതൽ സ്ഥിരമായി അത് നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. നിലവിൽ പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ സന്നിധാനത്ത് താരതമ്യേന വലിയ തിരക്കും അനുഭവപ്പെടുന്നില്ല. ഒരുപക്ഷെ നാളെ തിരക്ക് അനുഭവപ്പെടുമ്പോഴായിരിക്കാം കൂടുതൽ. അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ്. എ വി ജയശങ്കർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്ന്. കൊല്ലത്ത് ഉത്സവ പരിപാടിയിലെ വിപ്ലവഗാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീത പരിപാടിയിലാണ് വിപ്ലവഗാനങ്ങൾ ആലപിച്ചത്. കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അലോഷിയുടെ ഈ പാട്ട്. സിപിഎമ്മിന്റെ സംഘടനയായ വ്യാപാരി വ്യവസായി സമിതി മടത്തറ, ആൽത്തറമൂട് യൂണിറ്റുകൾ, വ്യാപാരി വ്യവസായി സമിതി, കടക്കൽ ഏരിയ കമ്മിറ്റി എന്നിവയുടെ വഴിപാടായാണ് സംഗീത പരിപാടി നടത്തിയത്. ഗസൽ വിപ്ലവ ഗായകനായ കണ്ണൂർ സ്വദേശി അലോഷി ആദമാണ് പുഷ്പനെ അറിയാമോ എന്ന ഈ വിപ്ലവഗാനം വേദിയിൽ പാടിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഡിവൈഎഫ്ഐയുടെ പതാക പശ്ചാത്തലമൊരുക്കി വിപ്ലവഗാനം പാടിപ്പിച്ചെന്നാണ് വിമർശനം. അലോഷിയുടെ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചതോടെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി. ക്ഷേത്രത്തെ പാർട്ടി പരിപാടിയാക്കി മാറ്റിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഈ പരിപാടിയിൽ ആർക്കെങ്കിലും പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ അത് തിരുത്തി ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞ് പൊതുസമൂഹത്തോട് ക്ഷമാപണം നടത്തി മേലാൽ ഇത്തരം പരിപാടികൾ ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത CPM പുലർത്തണം എന്നാണ് കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ആവശ്യപ്പെടാറുള്ളത്. എന്നാൽ സദസ്സിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗായകൻ അലോഷി പാടിയതെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരാൾ എണീച്ചിട്ട് പറയൂ പുഷ്പനെ അറിയാവുന്ന പാട്ട് പാടണം, ഏറ്റവും അവസാനമാണ് ഈ പാട്ട് പാടുന്നത്. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശമടക്കം നിലനിൽക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലപനമെന്നതും ശ്രദ്ധേയം. മുൻപ് നവകേരള സദസ്സിന് ഇതേ ക്ഷേത്ര മൈതാനം വിട്ടു നൽകിയത് വിവാദമാവുകയും കോടതി ഇടപെടൽ വന്നതോടെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. 24 കൊല്ലം. ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കാനുള്ള സമയമാണ്. അതിനു മുമ്പ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ചില വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. ഒന്ന് ഒരു അന്താരാഷ്ട്ര വാർത്തയാണ്. അത് കാനഡയുടെ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി അധികാരം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി തീരുമാനിച്ചിരുന്നു. അമേരിക്കയുമായി തർക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് അദ്ദേഹം അധികാരമേൽക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അമേരിക്കയ്ക്കെതിരായ വിമർശനം നിലപാടൊക്കെ നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. മറ്റൊന്ന് കണ്ണൂരിൽ നിന്നാണ്. അവിടെ പയ്യന്നൂർ കോളേജിൽ ഹോളി ആഘോഷത്തിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു. സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിലാണ് തർക്കമുണ്ടായത്. 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിന് വിശദാംശങ്ങൾ നമുക്ക് തേടാം. പ്രൈം ടൈമിലേക്ക് വീണ്ടും. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം, അതുണ്ടാക്കുന്ന അപകടങ്ങൾ, ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നതില്ല, ഇതൊക്കെ നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. അതിന് ഇന്നൊരു ഇര കൂടി ഉണ്ടായിരിക്കുന്നു. എറണാകുളം മേനകയിൽ മത്സര ഓട്ടത്തിനിടെ സ്വകാര്യ ബസ് കയറി വീട്ടമ്മ മരിച്ചു. തോപ്പുംപടി സ്വദേശിനി സനിലയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. ഉച്ചയോടെയാണ് മേനക ജംഗ്ഷനിൽ അപകടമുണ്ടായത്. ഒരേ ഉടമയുടെ 2 ബസ്സുകൾ തമ്മിലായിരുന്നു മത്സരയോട്ടം. നിർത്തിയിട്ടിരുന്ന ബസ്സിനെ മറികടക്കാൻ അമിത വേഗത്തിലെത്തിയപ്പോൾ ബൈക്കിലിടിക്കുകയായിരുന്നു. തോപ്പുംപടി സ്വദേശി സനിതയും ഭർത്താവിനെയുമായി ബസ് മീറ്ററുകൾ മുന്നോട്ട് പോയി. നാട്ടുകാരാണ് ബസ്സിനടിയിൽ നിന്ന് സനിതയെ പുറത്തെടുത്തത്. സനിതയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് അതീവ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. എറണാകുളം ടൗണിനുള്ളിലൂടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. 24 കൊച്ചി. ഇനി 24നെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ, അഭിമാനകരമായ ഒരു വാർത്തയാണ് പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. അത് 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന എറണാകുളം ജില്ലയിലെ 9ാമത്തെ വീടിന് തറക്കല്ലിട്ടിരിക്കുന്നു. പറവൂർ ചിറ്റാരിക്കര സ്വദേശി ഉഷാകുമാരിക്കാണ് വീട് ഒരുങ്ങുന്നത്. 100 ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകുന്നത്. ജില്ലയിൽ 9ാമതൊരു കുടുംബത്തിന് കൂടി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. ഉഷയുടെയും സഹോദരിയുടെയും മകളുടെയും ഒറ്റമുറി വീട്ടിലെ ദുരിതപൂർണ്ണ ജീവിതത്തിന് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. എനിക്കൊരു വീടുണ്ടായിരുന്നില്ല, അപ്പോൾ ഇത് തന്നതിൽ സന്തോഷം. ഞങ്ങൾ 3 പേരും ഇവിടെ താമസിക്കുന്നു. ചേച്ചിയുടെ ഉള്ളിൽ കുറേ നാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നിന്നു. പിന്നെ അങ്ങനെ ഒരു ചെറിയ വീട് ഇങ്ങനെ അവിടെയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയി.
പഞ്ചായത്തിലും വേറെ പല സ്ഥലങ്ങളിലൊക്കെ പോയി എന്നിട്ടൊന്നും പ്രയോജനം ഉണ്ടായില്ല. ഞാനിപ്പോൾ ഒരു ഹെൽപ്പിന് ചെയ്യണമെന്ന് മാത്രം. ലൈഫ് ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിൽ വീടിനായുള്ള സാധ്യതകൾ തേടിയെങ്കിലും നിരാശയായിരുന്നു ഫലം. അതിനിടെയാണ് ഇവരുടെ ജീവിതം തിരിച്ചറിഞ്ഞ് 24 കണക്ട് സഹായമായി എത്തിയത്. ചടങ്ങിൽ അയൽക്കാർക്കും ബന്ധുക്കൾക്കുമൊപ്പം 24 കണക്ട് എറണാകുളം ജില്ലാ കോർഡിനേറ്റർ ബീന ജഗദീശനും പങ്കെടുത്തു. 24 കൊച്ചി. പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കാണാമിനി വാൽക്കഷണം. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ പരസ്പരം പഴിചാരി വിദ്യാർത്ഥി സംഘടനകൾ. ആരോപണങ്ങൾ ഉന്നയിച്ച് രക്ഷപ്പെടാനാകുമോ വിദ്യാർത്ഥി സംഘടനകൾക്ക്? കാണാം എം അഫ്സൽ തയ്യാറാക്കിയ വാൽക്കഷണം. ഹോളി ആഘോഷിക്കാൻ പല കളറിലുള്ള പൊടികൾ കുട്ടികൾ കൊണ്ടുവരലുണ്ട് സ്കൂൾക്കും കോളേജിക്കും ഒക്കെ. പക്ഷെ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോലീസ് ഒന്ന് കയറി. പോലീസിന് കിട്ടിയത് കളർ പൊടിയല്ല. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവും ത്രാസും പിടികൂടി. അവിടെ ഹോളി ആഘോഷത്തിന് വേണ്ടി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ വച്ചിരുന്ന ലഹരി പിടിച്ചെടുക്കുകയുണ്ടായി. കിലോ കണക്കിന് കഞ്ചാവും അത് തൂക്കി വിൽക്കാനുള്ള ത്രാസും. ഞെട്ടിയോ കേട്ടപ്പോ? സാധാരണ നമ്മളുടെയൊക്കെ മക്കൾ പെടുന്ന പോലെ അതിനകത്ത് പെട്ടു എന്നുള്ളതിനപ്പുറം നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. സാധാരണ പെടുന്നത് പോലെ ഒന്ന് പെട്ടു. പറഞ്ഞതാരാന്നറിയോ? അവിടുത്തെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദിവസവും അവിടുന്ന് കഞ്ചാവ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്ന്. ഇതെന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവൊന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല. എല്ലാ ദിവസവും ഇത്ര കിട്ടൂല. അത്രേ നമ്മൾ പോളിടെക്നിക് ഒന്നും പഠിച്ചിട്ടില്ല, എന്നാലും ദിവസേന പോലീസ് ഇങ്ങനെ കയറുകയാണെങ്കിൽ ഒരു ആവറേജ് എത്ര കിട്ടും? മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെ കാണാറുണ്ട്. സാധാരണ ക്യാമ്പസിലൊക്കെ അപ്പൊ കഞ്ചാവാണോ കിട്ടുക സാറേ? ഇതൊന്നും ആരും കാണുന്നില്ലേ? ഏത് പൊട്ടനോടാ പറയേണ്ടത്? വേണ്ട, മന്ത്രിമാരോട് പറഞ്ഞാലോ? ഏത് മന്ത്രിയോടാ പറയേണ്ടത്? ഏത് മന്ത്രിയാണത് കേൾക്കുക? ഏത് മന്ത്രിയായി സഹായിക്കുക? മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള തന്ത്രമല്ല ഇപ്പോൾ ആവശ്യം. ഏത് മന്ത്രി അതിൽ പ്രവർത്തിക്കുക? ഒന്നും ചെയ്യില്ല. നമുക്ക് എക്സൈസ് മന്ത്രിനോടൊന്ന് ചോദിച്ചു നോക്കാം. ഈ മയക്കുമരുന്ന് കണ്ണികൾ തകർക്കുന്നതിനും ഈ ശക്തികളെ അടിച്ചമർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പോലീസും എക്സൈസും ഏകോപിതമായ രീതിയിൽ നടത്തുന്നത്. അങ്ങനെ പോലീസ് കയറി തെരഞ്ഞപ്പോ പോളിടെക്നിക് പഠിക്കേണ്ട സാധനങ്ങളല്ല കിട്ടിയത്, കവർ നിറച്ച് കഞ്ചാവ് കിട്ടി. സ്റ്റഫാണോ? സ്റ്റഫാ? ഓ പിന്നെ മനസ്സിലാവാത്ത പോലെ. നിങ്ങളുടെ കയ്യില് കഞ്ചാവ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നാണ്. സാധനം എവിടെയാണ്? ഒന്നുമില്ല സാറേ. അപ്പൊ സുധാകരേട്ടാ, സംഗതി പോലീസ് പിടിച്ചു വിദ്യാർത്ഥികളെ റൂമിന്ന്. ഒരിക്കലും വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം അവർക്ക് അർഹതയില്ലാത്തവരാണ്. ആരാ ഇത്? കള്ളും കുടിച്ചിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് എന്ത് വിദ്യാർത്ഥിയാ? എന്ത് വിദ്യാർത്ഥിയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കുക. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കളമശ്ശേരി പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ പോലീസ് പരിശോധന നടത്തിയത്. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്നും പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. കേട്ട സുധാകരേട്ടാ, ആരുടെയൊക്കെ റൂമിൽ നിന്നാണ് പിടിച്ചത് എന്ന് വാർത്ത പുറത്തു വിടട്ടെ. വാർത്തകൾ പ്രചരിപ്പിക്കണം, ജനമനസ്സിൽ അത് എത്തിക്കണം. ജനമനസ്സുകളിലും വിദ്യാർത്ഥി നേതാക്കളെ ചെവിയിലും സംഗതി എത്തി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്, ഏത് പ്രവർത്തകരാണെങ്കിലും ഇതിൽ KSU എന്ന് പറയുന്ന സംഘടനയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ പറഞ്ഞത്, ഏത് പ്രവർത്തകരാണോ അവർക്ക് രാഷ്ട്രീയപരമായ ഒരു ഐഡന്റിറ്റിയിലോ ലേബലിലോ അവരെ ലേബൽ ചെയ്യേണ്ട സാഹചര്യമില്ല. അടുത്ത ടീം വരട്ടെ. KSU മാത്രം ശക്തി കാണിച്ചാൽ പോരല്ലോ. KSUവിന്റെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ കനത്തിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ SFIക്കാരനും ഇരിക്കട്ടെ ഒന്ന് എന്നുള്ള നിലയ്ക്ക് KSUക്കാർ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണോ, പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ സംശയം പോലീസുകാർക്കുണ്ടോ? അപ്പോൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെന്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പോലീസ് എല്ലാരെയും പരിഗണിച്ചു. അപ്പൊ കൊടിയുടെ ആനുകൂല്യം കിട്ടുമോ? ഏതെങ്കിലും കൊടി പിടിച്ചിട്ടുള്ളവരുണ്ടോ എന്നതൊന്നും വിഷയമല്ല. ഒരു തരത്തിലുമുള്ള ഇളവും ഉണ്ടാവില്ല. ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഇത്തരം ശക്തികളെ അമർച്ച ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ ഏതൊക്കെ റൂമിൽ കയറും, മന്ത്രി പറഞ്ഞ ഉരുക്കുമുഷ്ടി താഴ്ത്താതെ എത്ര നാൾ പരിശോധന ഉണ്ടാവും എന്നൊക്കെ കാത്തിരുന്ന് കാണാം. വാൽക്കഷണത്തോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.